ഇനി തിരുവനന്തപുരത്തെ രമേശ് ചെന്നിത്തലയുടെ വീടിന് മുന്നിൽ ഷെബീദ് റാവുത്തറുണ്ട്. ഷെബീദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെബീദ്, രമേശ് ക്യാമ്പിൽ എങ്ങനെയാണ്? അവിടെ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ടോ? അവിടുത്തെ അന്തരീക്ഷം പൊതുവെ എങ്ങനെയാണ്? എസ് കെ, വെരി ഗുഡ് മോർണിംഗ്. എസ് കെ, ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നേതാക്കൾക്ക് പ്രതീക്ഷാഭംഗമുണ്ട് എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഹൈക്കമാൻഡിന്റെയും അതേപോലെ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ മനസ്സ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ മുതിർന്ന നേതാക്കളോടോ അതല്ലെങ്കിൽ ഘടകകക്ഷികളോടോ ഇതുവരെ തുറന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആരാണ് അത്, KC ആണോ VD ആണോ RC ആണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ നമ്മൾ ഇന്നലത്തെ ആകാംക്ഷ നമ്മൾ കണ്ടതാണ്. ഈ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിലേക്ക് നിരവധി പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് പ്രഖ്യാപനമുണ്ടാകും എന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. രമേശ് ചെന്നിത്തല ക്യാമ്പും കാര്യമായ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് ഒരു സമവായ നീക്കം ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ, അതല്ലെങ്കിൽ മറ്റു രണ്ട് നേതാക്കളും തമ്മിൽ കാര്യമായിട്ടുള്ളൊരു ശക്തി ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ, തർക്കമുണ്ടായെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാനത്തെ സീനിയർ നേതാവ് എന്ന രീതിയിൽ ആ കുറിപ്പ് അല്ലെങ്കിൽ ആ നറുക്ക് തനിക്ക് തന്നെ വീഴും എന്ന് RC ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇന്നുകൊണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഗവർണറെ കാണാനുള്ള തീരുമാനത്തിലേക്ക് KPC നേതൃത്വം എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല അതിനുശേഷം സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒരു പക്ഷേ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ സംസ്ഥാനത്ത് പുതിയ സർക്കാർ, കോൺഗ്രസ് സർക്കാർ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിലേക്ക് പുറത്തു വരുന്നുണ്ട്. ഏതായാലും 3 ക്യാമ്പുകളും പ്രതീക്ഷയാണ്. അതേപോലെ തന്നെ RC ക്യാമ്പും പ്രതീക്ഷയിലാണ്. ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയേണ്ടത് ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന യോഗമാണ്. ആ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കും? അതിനു മുൻപ് ആ പ്രഖ്യാപനം വരുമോ, അതല്ലെങ്കിൽ ആ യോഗത്തിന് ശേഷമായിരിക്കുമോ, ആ യോഗത്തിൽ പ്രഖ്യാപിച്ച ശേഷമാണോ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് ആ പ്രഖ്യാപനം വരുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആകാംക്ഷ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. തിരുവനന്തപുരത്തെ പല സ്ഥലങ്ങളിലും ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആളുകളെ എത്തിക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് നേതാക്കളും അതേപോലെ തന്നെ പ്രവർത്തകരും വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.